അവസ്ഥ ഉണ്ടാക്കുകയാണ്. You grow such beautiful crops here, such beautiful spices. You have coffee, tea, rubber, cinnamon, all sorts of beautiful things. And those should be beautifully marketed for the whole world as well. നിങ്ങൾ ഇവിടെ കാപ്പി, തേയില, അതുപോലെ കറുവാപ്പട്ട, അതുപോലെ മനോഹരമായ സുഗന്ധദ്രവ്യങ്ങൾ, വിളകളാണ് നിങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്നത്. അതൊക്കെ ഈ ലോകം മുഴുവനുള്ള വിപണിയിലേക്ക് നമുക്ക് കൊണ്ടുചെന്ന് എത്തിക്കാൻ സാധിക്കണം. So I think that these two major areas should be a focus for us in the future. അതുകൊണ്ട് നമുക്ക് ഭാവിയെ പറ്റി ചിന്തിക്കുമ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട മേഖലകളിൽ നമുക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് ഞാൻ കരുതുന്നു. But as we fight for a stronger and better future for you, we are also, all of us in the UDF, in the India Alliance, the Congress Party, my brother and I, we are all also engaged in a big battle. നിങ്ങൾക്ക് മെച്ചപ്പെട്ട ഭാവി നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം നടക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും കോൺഗ്രസ് പാർട്ടിയിലും ഐക്യജനാധിപത്യ മുന്നണിയിലും ഇന്ത്യ മുന്നണിയിലുമുള്ള, അതുപോലെ എൻ്റെ സഹോദരനും ഞാനും ഉൾപ്പെടെയുള്ള എല്ലാവരും ഒരു വലിയ പോരാട്ടം കൂടിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. And that battle that we are fighting is a battle for the spirit of India. ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പോരാട്ടം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ചൈതന്യത്തിന് വേണ്ടി, ഇന്ത്യയുടെ ചൈതന്യത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. It is a battle for everything that our ancestors believed in and fought for. നമ്മുടെ പൂർവ്വ പിതാമഹന്മാർ വിശ്വസിച്ച എല്ലാറ്റിനും വേണ്ടിയും അവർ എന്തിനൊക്കെയോ പോരാടിയോ അതിനു വേണ്ടിയുള്ള ഒരു പോരാട്ടമാണത്. For everything that our martyrs died for. നമ്മുടെ രാജ്യത്തെ രക്തസാക്ഷികൾ എന്തിനൊക്കെ വേണ്ടിയാണോ മരിച്ചത് അതിനു വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. It is a battle for the values of the Constitution of India. ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണത്. A battle for equality. തുല്യതയ്ക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണത്. A battle for your rights to be in your hands, for them to be strengthened, for the power to remain firmly in the hands of the people of India. നിങ്ങളുടെ അവകാശങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ളത്, അധികാരം ഈ രാജ്യത്തെ ജനങ്ങളിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണത്. It is a battle to save the institutions of democracy from the destructiveness of the BJP and its policies. ഇന്ത്യയിലെ ജനാധിപത്യ സ്ഥാപനങ്ങളെ ബിജെപിയുടെ നാശോന്മുഖമായ പദ്ധതികളിൽ നിന്നും നയങ്ങളിൽ നിന്നും രക്ഷിക്കാനുള്ള ഒരു പോരാട്ടമാണത്. And to protect every single Indian, no matter what religion, no matter what caste he belongs to, no matter what gender he or she belongs to. It is a battle to protect you from the divisiveness, from the separation that the BJP is trying to put inside your heart. ഈ പോരാട്ടം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ജനങ്ങളെ, ഈ രാജ്യത്തെ പൗരരെ, ഏത് ജാതിയിലുള്ള ആളാവട്ടെ, ഏത് മതത്തിലുള്ള ആളാവട്ടെ, ഏത് ലിംഗ പദവിയിലുള്ള ആളാവട്ടെ, ബിജെപിയുടെ വിഭാഗീയ രാഷ്ട്രീയത്തിൽ നിന്ന്, ബിജെപി ഉണ്ടാകുന്ന ഭിന്നതയിൽ നിന്ന് ഈ രാജ്യത്തെ ജനങ്ങളെ രക്ഷിക്കാനുള്ള പോരാട്ടമാണത്. It is a battle for the truth. ഇത് സത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. And you, the people of Wayanad, my sisters and brothers, are the ones who recognized this truth long ago. നിങ്ങൾ വയനാട്ടിലെ എൻ്റെ സഹോദരി സഹോദരന്മാർ, നിങ്ങളാണ് ഈ സത്യം വളരെ മുമ്പ് തിരിച്ചറിഞ്ഞ ആളുകളാണ് ഇവിടെയുള്ളവർ. So I thank you not just for putting me here on this stage as your member of parliament today, but I thank you even more so for recognizing the battle we are fighting, for standing shoulder to shoulder with us in this great war for what we believe is the truth of our beautiful country, India. ഞാൻ നിങ്ങളെ അതുകൊണ്ട് ഇന്ന് നിങ്ങളോട് നന്ദി പറയുന്നത്, ഇന്ന് എന്നെ ഈ വേദിയിൽ നിങ്ങളുടെ ജനപ്രതിനിധിയായി നിർത്തുന്നതിന് വേണ്ടി മാത്രമല്ല, ഈ ഞങ്ങൾ പോരാടുന്ന ഈ വലിയ യുദ്ധത്തിൽ, ഈ രാജ്യത്തിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി പോരാടുന്ന ഒരു വലിയ യുദ്ധത്തിൽ ഞങ്ങളുടെ തോളോട് തോൾ ചേർത്ത് നിൽക്കുന്നതിന് കൂടി വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ഇന്ന് നന്ദി പറയുന്നത്. And my journey with you has just begun. നിങ്ങളോടൊപ്പമുള്ള എൻ്റെ യാത്ര ഒന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. I have much more to learn. I have much more work to do. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇനി എനിക്ക് പഠിക്കാനുണ്ട്, എനിക്കിനി ഒരുപാട് ജോലി ചെയ്യാനുണ്ട്. And I look forward to meeting all of you, to coming to your homes, to understanding you better, and to doing all the hard work that needs to be done to provide you
with a strong and vibrant tomorrow. അത് മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങളെ വീട്ടിൽ വന്ന് കണ്ട്, നിങ്ങളുടെ വീട്ടിൽ വന്ന് കണ്ട്, നിങ്ങളോട് സംസാരിച്ച്, നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കി, നിങ്ങൾക്ക് നാളെ മെച്ചപ്പെട്ട ഒരു നാളെ ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിലേക്ക് ഞാൻ ഉറ്റുനോക്കുകയാണ്. നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി. I am going to learn Malayalam. ഞാൻ മലയാളം പഠിക്കാൻ properly നന്നായിട്ട് ഞാൻ മലയാളം പഠിക്കാൻ പോവുകയാണ്. because I want to talk to all my sisters and know each and every little problem they have. കാരണം എനിക്ക് അവിടെയുള്ള എൻ്റെ എല്ലാ സഹോദരിമാരും, നിങ്ങൾ ഓരോരുത്തരോടും വന്ന് സംസാരിച്ച് നിങ്ങൾക്കുള്ള കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ വരെ എനിക്ക് മനസ്സിലാക്കണം. You know, women are very special to me. നിങ്ങൾക്കറിയാമോ, സ്ത്രീകൾ എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് പ്രത്യേകതയുള്ള ആളുകളാണ്. I am always fighting for your rights. ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുകയാണ്. And I want to be able to communicate fully with you, to be able to laugh with you, tell you good jokes also, and to become your friend and your sister as we move along. എനിക്ക് നിങ്ങളോട് കൂടുതൽ നന്നായിട്ട് സംസാരിക്കണം, എനിക്ക് നിങ്ങളോട് ആശയവിനിമയം നടത്തണം, നിങ്ങളോട് എനിക്ക് തമാശ പറയണം, നിങ്ങളോട് ചിരിക്കണം, നിങ്ങളുടെ സുഹൃത്താവണം. So I will learn. അതുകൊണ്ട് ഞാൻ മലയാളം പഠിക്കും. Thank you very, very much, and I'll see you again soon. വളരെയധികം നന്ദി. ഞാൻ നിങ്ങളെ ഉടനെ വീണ്ടും കാണാം. നന്ദി.